SSLC പരീക്ഷാ ചോദ്യപേപ്പർ സോർട്ടിങ്ങിനിടെ ചേർത്തല വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്നാണ് വൈദ്യുതി ബന്ധം KSEB ജീവനക്കാർ വിച്ഛേദിച്ചത്. കളക്ടർ ഇടപെട്ട 3 മണിക്കൂറിന് ശേഷം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. ചേർത്തല വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിൽ SSLC പരീക്ഷാ ചോദ്യപേപ്പർ സോർട്ടിംഗ് നടക്കുന്നതിനിടെ ബുധനാഴ്ച രാവിലെ 10:30 KSEB അധികൃതർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. 1 മാസത്തെ തുക കുടിശ്ശികയായതിനെ തുടർന്നാണ് ഫ്യൂസ് ഊരിയത്. ഞങ്ങൾ SSLC ഡ്യൂട്ടിയായി ബന്ധപ്പെട്ട് ഇവിടെ ധാരാളം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സോർട്ടിംഗ് ആണ് നടക്കുന്നത്. പല സ്കൂളുകളിലേക്കുള്ള ക്വസ്റ്റ്യൻ വന്ന് നമ്മളത് സോർട്ട് ചെയ്ത് കൊണ്ടുപോവാണ് ടീച്ചേഴ്സ് വന്നിട്ട്. ആ സമയത്താണ് KSEB ഫ്യൂസ് ഊരി കൊണ്ടുപോയത്. വെറും ഈ മാസത്തെ ബില്ല് മാത്രമേ അടക്കാനുള്ളൂ. 3500 രൂപ ഞങ്ങളുടെ ബില്ല് അടക്കാനുണ്ട്. ബാക്കി ഇപ്പോൾ 6 മാസത്തോളമായി ഞങ്ങളെല്ലാവരും സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്നാണ്, സ്റ്റാഫ് ഫണ്ടിൽ നിന്നും നമ്മൾ സ്റ്റാഫൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്താണ് ബില്ല് അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് മാർച്ച് മാസത്തിൽ എക്സാം നടക്കുന്ന ഒരു സമയത്ത് ഫ്യൂസ് ഊരി കൊണ്ടുപോയത് ശരിയല്ല. അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ചെയ്തു തരാമെന്നുള്ളത്. അപ്പോഴൊക്കെ അവർ ഊരി കൊണ്ടുപോയിട്ടുണ്ട്. അവർ പറയുന്നത് ബില്ല് പെൻഡിങ് ആണെന്നാണ് പറഞ്ഞത്. അതെ, ഞങ്ങൾ ഒറ്റ മാസം പെൻഡിങ് ഉള്ളൂ. ഈ ഫെബ്രുവരി മാസത്തെ ബില്ല് അല്ലേ? ഫെബ്രുവരി മാസത്തെ ബില്ലേ ഉള്ളൂ. നമുക്കിവിടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതിനൊരു ഓഫീസിലെ ഒരാളെ നമ്മൾ ഡ്യൂട്ടിക്ക് വിട്ടിട്ടുണ്ട്, നൈറ്റ് ഡ്യൂട്ടിക്ക്. അതുകൂടാതെ പോലീസുകാരനുണ്ട്. ഇവരെല്ലാം ഇതിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി നിയമിക്കപ്പെട്ടവരാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് അവർ ചെയ്തത്. ഇവരുടെ കാലുപിടിച്ച് പറഞ്ഞാൽ അവർ സമ്മതിക്കുന്നില്ല. നമ്മൾ എത്ര അപ്രോച്ച് ചെയ്ത് പറഞ്ഞിട്ട് അവർ സമ്മതിക്കുന്നില്ല. അല്ല, ഇതിപ്പോൾ എല്ലാ മാസവും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഒരു മാസം നമ്മൾക്ക് ഇവർ വന്നിട്ട് പിന്നെ വളരെ മോശമായ രീതിയിലാണ് ഇവരോടൊക്കെ സംസാരിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ശമ്പളം വാങ്ങുന്നില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞങ്ങളെ സാലറിയിൽ നിന്ന് എടുത്തിട്ടാണ് ഈ ബില്ല് അടക്കുന്നത്. ഇപ്പം കഴിഞ്ഞ 5 മാസമായി. ഒരു ക്ലസ്റ്ററിൽ 2 ചീഫും ഡെപ്യൂട്ടിയും ഉണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാർ ഇതിനകത്തിരുന്ന് വേഗമാണ്. കഴിഞ്ഞ മാസവും ഇതുപോലെ തന്നെയായിരുന്നു. അവർ ഭയങ്കരമായിട്ട് മോശമായിട്ട് സംസാരിച്ച് ഫ്യൂസ് ഊരിക്കൊണ്ട് പോയി. നിങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അവർക്കും ശമ്പളം കിട്ടണമെന്നാണ് പറയണം. ഇപ്പം പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ ചോദിക്കാതെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. അലോട്ട്മെൻറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ. അത് കിട്ടുമ്പോൾ നമ്മൾ അടയ്ക്കും. സർക്കാർ ഓഫീസല്ലേ, ആ ഒരു നമ്മളോട് ഒരു ഇത് കാണിക്കണ്ടേ? ഒരു വീടല്ലല്ലോ. വൈദ്യുതി ബന്ധം നിലച്ചതോടെ ചോദ്യപേപ്പർ സോർട്ടിംഗ് പ്രതിസന്ധിയിലായി. തുടർന്ന് കളക്ടർ ഇടപെട്ട് ഉച്ചയ്ക്ക് 1:30 വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. മാർച്ച് 2 ബിൽ അടയ്ക്കാമെന്ന ഉറപ്പിന്മേലാണ് പുനഃസ്ഥാപിച്ചത്. ബിൻ മീഡിയ, ചേർത്തല.